യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മുടങ്ങാതെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ദൈവവചനത്തിലൂടെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഓരോ ദിവസവും ദൈവം നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു പരിപാലന നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഒരു കരവലയത്തിനകത്ത് സുരക്ഷിതരാണ് കേട്ടോ. ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളാരും ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല. ആരും ചെറിയവരുമല്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കിന്ന് പ്രാർത്ഥനയോടെ വചനം കേൾക്കണം. ഇന്ന് തിങ്കളാഴ്ചയാണ്. പലവിധ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാനുണ്ട്. പല യാത്രകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, ഇൻ്റർവ്യൂകളുണ്ട്, പരീക്ഷയുണ്ട്, ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യമുണ്ട്, ഡോക്ടറെ കാണേണ്ട കാര്യം, റിസൾട്ട് വരുന്ന ദിവസമുണ്ട്, സ്ഥലത്തിൻ്റെ കാര്യമുണ്ട്, സമ്പത്തിൻ്റെ കാര്യമുണ്ട്, ബിസിനസ്സിൻ്റെ കാര്യമുണ്ട്, പിള്ളേരുടെ പരീക്ഷയുടെ കാര്യമുണ്ട്. 100 കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക്, പല കാര്യങ്ങളും നമ്മുടെ തലയിലുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും യാത്രകളൊക്കെ പോകാനുണ്ട്. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തന്നെ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ ഇടവരും. ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ, ആ ഡോക്ടറെ കാണുമ്പം, ആ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പം, ആ വാക്ക് പറയുമ്പം ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ഇന്ന് ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യവും മനോഹരമായി ചെയ്യാനുള്ള, വിജയത്തോടെ ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹവും, ശക്തിയും, കഴിവും, വിവേകവും എനിക്ക് തരണേ. ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ ഒരുമിച്ച് നമുക്ക് ഈ വചനം കേൾക്കാം. ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. രാജാവിൻ്റെ ഒരു അഭിപ്രായമാണ്, രാജാവിൻ്റെ ഒരു വാക്കാണ്. നബുക്കദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തൻ്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെ അല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അതെ, നമ്മൾ 3 പേരെയാണ് തീയിലേക്ക് എറിഞ്ഞത്. രാജാവ് 3 ചെറുപ്പക്കാരെ, വലിയ കാര്യമോ കാരണമൊന്നുമില്ലാതെ 3 ചെറുപ്പക്കാരെ എരിയുന്ന തീച്ചൂളയ്ക്കകത്തേക്കിട്ടു. ഇപ്പം രാജാവ് തൻ്റെ സേവകന്മാരോട്, ഏറ്റവും പ്രധാനപ്പെട്ടവരോട് ചോദിക്കുക, അല്ല, നമ്മൾ 3 പേരെ അല്ലേ തീക്കകത്തോട്ടിട്ടത്? അവർ പറഞ്ഞു, അതേ രാജാവേ, അതെ. ഇനി അടുത്ത ഭാഗം, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. രാജാവ് നബുക്കദ്നേസർ പറയുവാണ്, നമ്മൾ തീക്കകത്ത് 3 പേരെയല്ല ഇട്ടത്, ഇപ്പം 4 പേരെ കാണുന്നുണ്ട്. ഒരു ഉപദ്രവവും അവർക്ക് ഏറ്റിട്ടില്ല. ആ വാക്ക് ശ്രദ്ധിച്ചോ, ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. ഒരു ഉപദ്രവവും. പലതരത്തിൽ ഉപദ്രവിക്കാൻ രാജാവും കൂട്ടരും നോക്കി, ഒരു ഉപദ്രവവും ഏൽക്കുന്നില്ല. എന്താ ഏൽക്കാത്തതിൻ്റെ ഒരു കാരണം? നമുക്കെതിരെ ഉപദ്രവം ചെയ്യുന്നവരുണ്ട്. വാഗുണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഒക്കെ അസൂയ കൊണ്ട്, സ്വാർത്ഥത കൊണ്ട്, വാശി കൊണ്ട്, ദേഷ്യം കൊണ്ട്, വൈരാഗ്യം കൊണ്ട് ഉപദ്രവം ചെയ്യുന്നവരുണ്ട്. ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. ഒരു ഉപദ്രവവും നിനക്ക് വരികയില്ല. എന്തു ചെയ്തപ്പോഴാ ഇങ്ങനൊരു കാര്യം ഉണ്ടായേ? തൊട്ടു പുറകിലേ ഈ 3-ാം അധ്യായം, അതിൻ്റെ 3 യുവാക്കന്മാരുടെ കീർത്തനം എന്ന് എഴുതിയിട്ട് അവിടെ 1-ാമത്തെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിൽ പല ഭാഗമായിട്ട് അതിൻ്റെ വാക്യങ്ങളും എഴുതിയിട്ടുള്ളത്. എൻ്റെ ബൈബിളിൽ ഉള്ളതുപോലെ ഞാൻ പറയുവാണ്. അവിടെ 3-ാം അധ്യായത്തിൽ ആകെ 23 വാക്യം കഴിഞ്ഞിട്ട് വീണ്ടും 3 യുവാക്കന്മാരുടെ കീർത്തനം എന്ന് പറഞ്ഞ് അത് 1, 2, 3 വാക്യം എന്നാണ് ഇട്ടിരിക്കുന്നത്. അതിനെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ 3 പേരെ രാജാവ് എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോഴും അവർ
പ്രാഗി ശപിച്ച് ചീത്ത പറഞ്ഞ് തെറിയും പറഞ്ഞ് നടന്നു എന്നല്ല. അവർ ഭയങ്കരമായി വിഷമിച്ച് അവരിരുന്ന് അവരലറി കൂകിയതൊന്നുമല്ല. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. പ്രശ്നം ചില്ലറയൊന്നും അല്ല കേട്ടോ. ഇത് ജീവിതം അവസാനിപ്പിക്കുന്ന കത്തിപ്പൊടിയാക്കി ചാരവാക്കുന്ന തീ കത്തുമ്പോഴും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അസറിയ എഴുന്നേറ്റു നിന്ന് പ്രാർത്ഥിച്ചു എന്ന്. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പുറത്ത് അവർക്ക് അസാധാരണമായ സംരക്ഷണം കിട്ടിയത്. ഒന്നും കൂടെ നോക്കിക്കേ, തീക്കാത്തിട്ടെങ്കിലും രാജാവ് പറയുവാണ് അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പുള്ളിക്കിട്ട് തേക്കുന്നില്ലല്ലോ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പുള്ളിയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ശത്രു ഇപ്പം അവരുടെ അകത്തളങ്ങളിരുന്ന് സംസാരിക്കുക, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയുള്ളവനെ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവനെ, എഴുന്നേറ്റ് വചനം കേൾക്കുന്നവനെ, ഇന്ന് രാവിലെ നിങ്ങളും എഴുന്നേറ്റ് വചനമാണ് കേട്ടോണ്ടിരിക്കുന്നത്, എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. നിങ്ങളും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ? നിങ്ങളും ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മുമ്പിൽ പലരും പറഞ്ഞു ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല, ഇതൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോഴും ഇല്ല, ഇത് വിശ്വസിച്ചിട്ട് കാര്യമുണ്ട്, ഈ വചനത്തിന് അർത്ഥമുണ്ട്, ഈ വചനത്തിന് ആഴമുണ്ട്, ഈ വചനം എന്നെ സംരക്ഷിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ നാല് വശത്തും തീ കത്തുന്നത് പോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും പീഡകളും വെല്ലുവിളികളും ഉള്ളപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ, ഒരു ഉപദ്രവവും നിനക്ക് ഏൽക്കില്ല കേട്ടോ, ഒരു ദോഷവും നിനക്ക് വരികയില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവനെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ സംരക്ഷിക്കുന്ന ദൈവമുണ്ട്. ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. അടുത്തത്, നാലാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു. നാലാമത്തവൻ എവിടെ ഇപ്പോൾ ഉള്ളേ? തീക്കകത്ത് 3 പേരുടെ കൂടെ. ഞാനൊരു വാക്യം പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒപ്പം നിൽക്കുന്നൊരു ദൈവമുണ്ട്. പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ തകർന്നു പോകാതിരിക്കാൻ, ചാരമായി പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ നമ്മളെ ചേർത്ത് പിടിച്ച് ഒപ്പം നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു നല്ല ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും സ്വാധീനം കൊണ്ടൊന്നും അല്ലെന്നേ പല പ്രശ്നത്തിലും നമ്മൾ പരാജയപ്പെടാനിരുന്നത്. കൂടെ നിൽക്കുന്നൊരു ദൈവം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ തവിട് പൊടിയായിപ്പോയനെ. പ്രശ്നങ്ങളിൽ നമ്മളെ തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ഉത്തമ സ്നേഹിതന്മാർ വരെ വിട്ടിട്ട് പോകും. അവരെ നമ്മളെ മറക്കും, മറന്നതുപോലെ അഭിനയിക്കും. ഫോൺ വിളിച്ചാൽ പോലും അവരൊന്നും എടുക്കത്തില്ല. ഒരു മെസ്സേജ് അയച്ചാൽ പോലും അവർ റിപ്ലൈ പോലും തരാൻ അവർക്ക് മടിയായിരിക്കും. നമ്മളൊരു പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കിപ്പോവും. എന്നാൽ ആരാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം? നിനക്കൊരാപത്ത് വരുമ്പം ഇട്ടെറിഞ്ഞു പോകുന്നവനല്ല, പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല, എന്തേലുമാട്ടെ കത്തുവോ നിൽക്കുവോ കിടക്കുവോ എന്തേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോകുന്നവനല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, തീ പോലെ കത്തുന്ന പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴും നിനക്കൊരു ദോഷവും വരാതെ, ഒരു ഉപദ്രവവും ഏൽക്കാതെ നിന്നെ സംരക്ഷിക്കുന്ന, ഒപ്പം നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കുന്ന ദൈവത്തെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളിൽ ഒപ്പം നിന്നൊരു ദൈവം, ഒറ്റപ്പെടലിൽ ഒപ്പം നിന്ന ദൈവം, സകലരും എതിർത്തപ്പോഴോ എൻ്റെ കൂടെ നിന്ന ദൈവം, സകലരും വിധിച്ചപ്പോൾ, പഴി പറഞ്ഞപ്പോൾ, കളിയാക്കിയപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാനൊക്കെ തകർന്നു പോകാതെ ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ കൂടെ 50 പേരും ഉള്ളത് കൊണ്ടല്ല, 500 പേരൊപ്പം നിൽക്കുന്നതുകൊണ്ടല്ല, സർവശക്തനായ ദൈവം ഒപ്പം നിന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ശുശ്രൂഷകളിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ? പലരും ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് വാടിപ്പോയിട്ടില്ലേ? ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ടില്ലേ? ഇനി ഇതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയില്ലേ ഒരു ദേഷ്യത്തിൽ? എന്നിട്ടും തകർന്നു പോകാതെ ഇന്നും ഉയർത്തെഴുന്നേറ്റതുപോലെ പിടിച്ചു നിന്നത് സ്വർഗത്തിലെ ദൈവം കൂടെയുള്ളതുകൊണ്ടാണ്. ഒന്നും കൂടെ മറക്കാതിരുന്നേ. ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോഴും
അവർ 3 പേരും പ്രാഗിയെന്നോ ശപിച്ചോ എന്നല്ല, അവർ കീർത്തനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ അളവ് കൂട്ടി ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അവർ ശക്തരായി മാറി. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളിൽ എവിടെയോ നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല പ്രസംഗിക്കുന്നത്. പ്രശ്നങ്ങളിൽ ഓടി മറയുന്ന ഒരു ദൈവത്തെ അല്ല പ്രസംഗിക്കുന്നത്. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വെല്ലുവിളികളോ കടബാധ്യത രോഗപീഠകളൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം. കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കത്തില്ല കേട്ടോ. ചിലപ്പം സ്നേഹിക്കേണ്ടവർ പോലും ചിലപ്പോൾ സ്നേഹിക്കാതിരിക്കും, പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതിരിക്കും, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതിരിക്കും. എല്ലാം നമ്മൾ അത്രയും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ ചിലപ്പം മാറിപ്പോവും. പക്ഷെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. എൻ്റെ ദൈവം, ആ ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. ആ ദൈവത്തെയാണ് ഇന്നും പ്രസംഗിക്കുന്നത്. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവം എൻ്റെ ദൈവമാണ്. ആ ദൈവം എനിക്കുള്ളിടത്തോളം കാലം ഞാൻ തോൽക്കത്തില്ല. വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, ഈ തിങ്കളാഴ്ച ദിവസം കേട്ട വചനം എനിക്കൊരു ശക്തിയായി ബോധ്യമായി മാറട്ടെ. പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകട്ടെ. ഈ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, 40-ാം വെള്ളിയാഴ്ച. കർത്താവേ, അതൊരു അനുഗ്രഹമാണ്. ആ ദിവസം ഒരു അനുഗ്രഹമാക്കണമേ. ആ ഒരു ദിവസം ഒരു അനുഗ്രഹമാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടങ്ങൾ, ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് തരണമേ. സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. ദൈവീകമായ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ഒരു ദോഷവും ഒരു ഉപദ്രവവും ഉണ്ടാകാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സംരക്ഷണയിലായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ കഴിയട്ടെ. ഒരു ദോഷവും എനിക്കോ ഞങ്ങൾക്കോ വരത്തില്ല, ഒരു തിന്മയും ഞങ്ങൾക്ക് വരില്ല, ഒരു അനർത്ഥവും വരത്തില്ല. ഞങ്ങൾ ദൈവത്തിൽ ഇത് വിശ്വസിച്ച് ഞങ്ങളെ തന്നെ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ശുശ്രൂഷയുള്ള ദിവസങ്ങളാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് 9 മണി മുതൽ ബുക്ക് ചെയ്ത്, കുറച്ച് പേർക്കേ ഇവിടെ താമസിക്കാൻ വ്യാഴാഴ്ച പറ്റത്തുള്ളൂ. വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഈ നിയോഗമുള്ള സ്ഥലത്ത് വരണം, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബുക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. ബുക്ക് ചെയ്യുന്നവരെ മാത്രമേ ഞങ്ങളിവിടെ താമസിപ്പിക്കുകയുള്ളൂ. കാരണം അതിനു മാത്രം വലിയൊരു സൗകര്യമുള്ള സ്ഥലമല്ല, ചെറിയ സ്ഥലമാണ്. പക്ഷേ വരുന്നവർക്കത് അനുഗ്രഹമായി മാറുന്ന ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.